ഒരു മുറിയിൽ കയറുമ്പോൾ എല്ലാവരും നിന്നെ ശ്രദ്ധിക്കുന്നത് സങ്കൽപ്പിക്കൂ. നിന്റെ രൂപം കാരണമല്ല. നിന്റെ പണമോ പ്രശസ്തിയോ കാരണവുമല്ല. നിന്റെ കാന്തിക വ്യക്തിത്വം കാരണം. ഈ ആകർഷണം നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് നിനക്കും ആകർഷകനാകാം. ഇത് 2000 വർഷം പഴക്കമുള്ള രഹസ്യങ്ങളാണ്. പണമോ രൂപമോ വേണ്ട. നിന്റെ മനസ്സിന്റെ ശക്തി മതി. ഇന്ന് ഞാൻ 7 ലളിതമായ സ്റ്റോയിക് ടെക്നിക്കുകൾ പറയാം. ഇത് നിന്നെ തൽക്ഷണം ആകർഷകനാക്കും. വികാര നിയന്ത്രണം ആകർഷണത്തിന്റെ തുടക്കം. ആളുകൾ എളുപ്പം ദേഷ്യപ്പെടും. ട്രാഫിക്കിൽ ആരെങ്കിലും മുന്നിൽ കയറിയാൽ, അല്ലെങ്കിൽ ആരോ വേദനിപ്പിക്കുന്നത് പറഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും. പക്ഷേ വികാര നിയന്ത്രണം ഉള്ളവരെ എല്ലാവരും ബഹുമാനിക്കും. നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിക്കുന്നത് നിർത്തി നീ അവയെ നിയന്ത്രിക്കണം. ഒരു വാദത്തിൽ നീ ശാന്തനായിരിക്കുന്നു. മറ്റുള്ളവർ അലറുമ്പോൾ നീ ശ്രദ്ധയോടെ കേൾക്കുന്നു. ശാന്തമായി മറുപടി പറയുന്നു. ഇത് നിന്നെ ശക്തനാക്കും. ആളുകൾ നിന്റെ ശാന്തത കണ്ട് അത്ഭുതപ്പെടും. ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം നിർത്തുക. ആഴത്തിൽ ശ്വസിക്കുക. ഇത് എനിക്ക് സഹായകമാണോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ വിട്ടുകളയുക. വാദത്തിൽ മറുപടി പറയുന്നതിനു മുമ്പ് 2-3 സെക്കൻഡ് കാത്തിരിക്കുക. ഈ ചെറിയ ശീലങ്ങൾ നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. നീ ശാന്തനായിരിക്കുമ്പോൾ ആളുകൾ നിന്നെ വിശ്വസിക്കും. നിന്റെ ആകർഷണം വർദ്ധിക്കും. ക്ഷമ. കാത്തിരിക്കാനുള്ള ശക്തി. നമ്മൾ എല്ലാം വേഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. എന്തെങ്കിലും വൈകിയാൽ ആളുകൾ നിരാശരാകും. പക്ഷേ ക്ഷമ ഉള്ളവർ ആകർഷകരാണ്. അവർ തിടുക്കപ്പെടുന്നില്ല, കാരണം നല്ല കാര്യങ്ങൾക്ക് സമയം വേണമെന്ന് അവർക്കറിയാം. ക്ഷമ ഇല്ലാത്തവർ ബന്ധങ്ങളോ കരിയറോ നശിപ്പിക്കും. തിടുക്കത്തിൽ തെറ്റുകൾ വരുത്തും. പക്ഷേ ക്ഷമയുള്ളവർ ശാന്തരാണ്. അവർ ദീർഘകാലത്തേക്ക് ചിന്തിക്കുന്നു. ഇത് ആളുകളെ ആകർഷിക്കും. വലിയ ലക്ഷ്യങ്ങൾക്ക് പകരം ചെറിയ ഘട്ടങ്ങൾ സജ്ജീകരിക്കുക. തിടുക്കം തോന്നുമ്പോൾ 5 മിനിറ്റ് കാത്തിരിക്കുക. ഒരു ദിവസം ഒരു ചെറിയ കാര്യം ശരിയായി ചെയ്യുക. ക്ഷമ നിന്നെ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ആളുകൾ ഇത് ശ്രദ്ധിക്കും. പൊരുത്തപ്പെടൽ. മാറ്റങ്ങളെ സ്വീകരിക്കുക. ജീവിതം നിന്റെ പദ്ധതി പ്രകാരം നടക്കില്ല, തിരിച്ചടികൾ വരും. പൊരുത്തപ്പെടാൻ കഴിയുന്നവർ വിജയിക്കും. മാറ്റങ്ങളെ ഭയപ്പെടുന്നവർ പിന്നോട്ടു പോകും. പക്ഷേ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവർ ശക്തരാകും. നിന്റെ ജോലി നഷ്ടമായാലോ? പരാതിപ്പെടാതെ പുതിയ വഴി തേടുക. ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. തിരിച്ചടികൾ വന്നാൽ അടുത്തത് എന്താണ് എന്ന് ചോദിക്കുക. ഓരോ ആഴ്ചയും ഒരു ചെറിയ വെല്ലുവിളി ഏറ്റെടുക്കുക. പൊരുത്തപ്പെടൽ നിന്നെ വഴക്കമുള്ളവനാക്കും. ആളുകൾ നിന്റെ ശക്തി ആരാധിക്കും. ഇത് നിന്നെ ആകർഷകനാക്കും. ലക്ഷ്യബോധം. ഉദ്ദേശ്യത്തോടെ ജീവിക്കുക. ആളുകൾ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു. പക്ഷേ ലക്ഷ്യബോധം ഉള്ളവർ ആകർഷകരാണ്. നിന്റെ പാത അറിഞ്ഞ് മുന്നോട്ടു പോകുന്നവരെ ആളുകൾ പിന്തുടരും. നിനക്ക് എന്താണ് വേണ്ടത്? ഒരു നല്ല ജോലിയോ സന്തോഷമോ മറ്റുള്ളവരെ സഹായിക്കലോ? നിന്റെ ലക്ഷ്യം കണ്ടെത്തുക. എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. ഓരോ ദിവസവും ഒരു ചുവട് മുന്നോട്ട്. നിന്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക. ലക്ഷ്യബോധം നിന്നെ ആത്മവിശ്വാസമുള്ളവനാക്കും. ആളുകൾ നിന്റെ ഊർജം ആകർഷിക്കപ്പെടും. കൃതജ്ഞത. സന്തോഷത്തിന്റെ രഹസ്യം. നിന്റെ കൈവശമുള്ളവയെ വിലമതിക്കുക. കൃതജ്ഞത നിന്നെ സന്തോഷവാനാക്കും. മിക്കവരും കൂടുതൽ വേണമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ കൃതജ്ഞതയുള്ളവർ ആകർഷകരാണ്. നിന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നവ എന്താണ്? ഒരു വീട്, ഭക്ഷണം, സുഹൃത്തുക്കൾ. ഇവയെ വിലമതിക്കുക. ഓരോ ദിവസവും 3 കാര്യങ്ങൾക്ക് കൃതജ്ഞത എഴുതുക. ആരെങ്കിലും സഹായിച്ചാൽ നന്ദി എന്ന് പറയുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. കൃതജ്ഞത നിന്നെ ശാന്തനാക്കും. ആളുകൾ നിന്റെ സന്തോഷം ആകർഷിക്കപ്പെടും. നിരന്തരത. വിശ്വാസം നേടുക. നിരന്തരത ഉള്ളവർ വിശ്വസനീയരാണ്. ആളുകൾ നിന്നെ ആശ്രയിക്കണമെങ്കിൽ എപ്പോഴും വാഗ്ദാനങ്ങൾ പാലിക്കണം. നിന്റെ വാഗ്ദാനങ്ങൾ നിന്നോട് തന്നെ പാലിക്കുക. ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകുക. ചെറിയ ശീലങ്ങൾ തുടങ്ങുക. ഓരോ ദിവസവും പാലിക്കുക. നിന്റെ പ്രവർത്തനങ്ങൾ ദിവസവും വിലയിരുത്തുക. മറ്റുള്ളവരോട് വിശ്വസനീയനാകുക. നിരന്തരം നിന്നെ വിശ്വാസയോഗ്യനാക്കും. ഇത് ആകർഷകമാണ്.
ധൈര്യം ഭയത്തെ മറികടക്കുക. ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയപ്പെട്ടിട്ടും പ്രവർത്തിക്കലാണ്. ധൈര്യമുള്ളവർ ആകർഷകരാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. പുതിയ ജോലി, പുതിയ സുഹൃത്ത്, പുതിയ വെല്ലുവിളി. ചെറിയ അപകടങ്ങൾ എടുക്കുക. ഒരു അപരിചിതനോട് സംസാരിക്കുക. ഏറ്റവും മോശം എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിക്കുക. ഓരോ ആഴ്ചയും ഒരു ഭയം നേരിടുക. ധൈര്യം നിന്നെ വേറിട്ട് നിർത്തും. ആളുകൾ നിന്റെ ശക്തി ആരാധിക്കും. ഈ 7 ടെക്നിക്കുകൾ: വികാര നിയന്ത്രണം, ക്ഷമ, പൊരുത്തപ്പെടൽ, ലക്ഷ്യബോധം, കൃതജ്ഞത, നിരന്തരത, ധൈര്യം നിന്നെ ആകർഷകനാക്കും. ഇന്ന് തുടങ്ങൂ. നിന്റെ ജീവിതം മാറ്റൂ. ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ കാന്തിക യാത്ര ഇപ്പോൾ തുടങ്ങുന്നു.